അല്ല, രമേശിനേക്കാളും പ്രായമുണ്ടല്ലേ സ്കൂട്ടറിന്? ഓൾഡ് ഈസ് ഗോൾഡ് അല്ലേ രമേശ? ഒന്ന് ജീവിച്ചു പോട്ടെ മോളെ. അയ്യേ, ഈ പാട്ട വണ്ടി മാറ്റി ഒരു പുതിയ ബൈക്ക് വാങ്ങിച്ചൂടെ രമേശ? അതിന് ചക്രം വേണ്ടേ? ചക്രം കൂടി കൂട്ടിച്ചേർത്തല്ലേ ബൈക്ക് തരുന്ന? മോളെ തമാശിക്കല്ലേ, വാങ്ങാനുള്ള ദുട്ടിന്റെ കാര്യ പറഞ്ഞ്. ആഹാ, ഇത്രയും കഷ്ടപ്പാടുള്ള ആളാണോ 10,000 രൂപ കിട്ടിയിട്ട് ഡൊണേറ്റ് ചെയ്തത്? അതെ, അത് ബെറ്റ് വെച്ച കാശല്ലേ. സ്വന്തം വിയർപ്പ് കൊണ്ട് അപ്പം ഭക്ഷിക്കുവിൻ എന്നാണ് പ്രമാണം. അയ്യോ, ഇത് സ്റ്റാർട്ട് ആവുന്നില്ലല്ലോ. എങ്കിൽ ഇതേ കയറിക്കോ, ഞങ്ങൾ കൊണ്ടുവിടാം. കൊള്ളാം. എന്നിട്ട് വേണം ഫാദർ കച്ചറത്തറ എന്റെ കാര്യത്തിന്. രമേശൻ, ഇന്ന് ബഷീറിന്റെ വക പാർട്ടിയാണ്, നമുക്ക് എങ്ങോട്ടാ പോണ്ടേ? അയ്യോ ഞാനില്ല, ഇപ്പൊ തന്നെ സമയം വൈകി. എനിക്ക് ബസ് സ്റ്റോപ്പിൽ നിന്ന് ആളെ കൂട്ടണം. ആരാ? ബോയ് ഫ്രണ്ടോ ഗേൾ ഫ്രണ്ടോ? ഗേൾ ഫ്രണ്ടിനെ. ഇത് സ്റ്റാർട്ട് ആയോ? പോട്ടെ. ടാറ്റാ ടാറ്റാ. അമ്മ എന്താ ലേറ്റായ? ലേറ്റോ? വന്നിട്ട് ഒത്തിരി നേരമായോ? ഇപ്പൊ എത്തിയുള്ളൂ. ഇന്നത്തെ കഴിഞ്ഞ് ഓഫീസിൽ പോയാൽ മതിയായിരുന്നു. ഞാൻ എത്ര തവണ പറഞ്ഞതാ. ഇന്ന് ജോയിൻ ചെയ്തില്ലായിരുന്നെങ്കിൽ അതിനുള്ള മെമ്മോ വേറെ കിട്ടിയേനെ. ക്രിക്കറ്റ് മാച്ചിൽ എന്റെ പെർഫോമൻസ് കാണാൻ അമ്മ കൂടി വേണ്ടതായിരുന്നു. ഞാൻ കണ്ടല്ലോ. കണ്ടോ? എങ്ങനെ? ഇങ്ങനെ കണ്ണടച്ചു പിടിച്ച് സ്റ്റേഡിയം മനസ്സിലോർത്തു. അപ്പൊ ഞാൻ കണ്ടു എന്റെ മോൻ ബാറ്റിങ്ങിനെ വീശി വീശി സിക്സർ അടിക്കുന്നത്. സത്യമായിട്ടും. എന്നാ ഞാൻ അമ്മയും കണ്ടു. എങ്ങനെ? ഗവാസ്കർ ബഷീർ ഒന്നോട്ടായപ്പോ എന്റെ ഉള്ളൊന്ന് പഠിച്ചു. പിന്നെ ഞാൻ കണ്ണടച്ച് അമ്മ ഓർത്തു. അപ്പോഴിതാ അമ്മ മുന്നിൽ തന്നെ ഇരിക്കുന്നു. പിന്നെ രണ്ടും കൽപ്പിച്ച് ഒറ്റ അയാള് കാണഞ്ഞത് ഭാഗ്യം. വാ. എന്നിട്ടെന്താ, സ്റ്റേഡിയം വെറുപ്പിച്ചളഞ്ഞില്ല ഞാൻ. മുഖ്യമന്ത്രിയെ എനിക്കുള്ള പ്രൈസ് തരാൻ പോകുന്നത്. പിന്നെ ബെറ്റ് വെച്ച വകയിൽ 10,000 രൂപയും കിട്ടി. 10,000? എന്നിട്ട് 10,000 രൂപ നീ എന്ത് ചെയ്തു? അത് നമ്മുടെ കാതിർക്കാട് മോളുടെ കല്യാണ ഫണ്ടിലേക്ക് കൊടുത്തു. അത് നന്നായിടാ. 4 പെമ്മക്കളല്ലേ ആ പാവത്തിന്. എന്തെങ്കിലും ഒരു ആപത്തുണ്ടായാ ഓടിയെത്താനും ആശ്വസിപ്പിക്കാനും ആ ഒരു കുടുംബേ ഉള്ളൂ നമുക്ക്. എന്താ ചെയ്യാന്നോർത്ത് ടെൻഷൻ അടിച്ചിരിക്കായിരുന്നു ഞാൻ. നന്നായി, അതൊരു പുണ്യായി. പറ. കാതിർക്കാട് മോളുടെ കല്യാണത്തിന് അമ്മയുടെ ഏറ്റവും ഫേവറേറ്റ് ആളാ വരുന്നത്. ഗാനഗന്ധർവൻ യേശുദാസ്. ഉവ്വോ, എങ്കിൽ നമുക്ക് നേരത്തെ പോണം. എന്തായാലും സംഗതി അസലായി. നടേശൻ മിനിസ്റ്ററോട് കളിച്ചാൽ കളിസംഘം കല്യാണ വീട് വരെ എത്തുമെന്ന് അവൾക്ക് ഇപ്പൊ ബോധ്യമായി കാണും. അല്ലേ തങ്കപ്പ? കൊമ്പൻ സ്രാവിന്റെ അടുത്ത് കരിക്കാടി ചെമ്മീൻ കളിക്കണ പോലെ അവക്കട ഒരു കളി. അന്ന് അവക്കട വീട്ടിൽ പോയി കാല് പിടിച്ച് പറഞ്ഞതാ കേസ് പിൻവലിച്ചെന്ത് പണ്ടാരം വേണമെങ്കിലും ചെയ്യാം. അപ്പൊ നടേശൻ സാറ് വരും ഒരു മൈ തങ്കപ്പ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതല്ല, ഒരു മൈ ഗുണാഞ്ചനാണെന്ന് കരുതിക്കാണെന്ന് പറഞ്ഞതാ. അത്രേ ഉള്ളൂ. എന്നാ പറഞ്ഞു? സാറ് വിചാരിച്ച് മറ്റതാണെന്നാ. അത് ഞാൻ നിർത്തി. അന്ന് അവക്കട മട്ടും പാവം കാണണമായിരുന്നു. ഭദ്രകാളിയല്ലേ ഭദ്രകാളി. എന്നാലും ഈ കാര്യം ഇന്നലെ തന്നെ അവന്മാരെന്നെ വിളിച്ചു പറയാതിരുന്നത് വളരെ മോശമായി പോയി. അവര് ഇന്നലെ ഇങ്ങോട്ട് വിളിച്ചിരുന്നു എന്നാ പറഞ്ഞേ. എന്നിട്ട് സാർ ഔട്ട് ഓഫ് റേഞ്ചിലാണെന്ന് സാറിന്റെ PA പറഞ്ഞു. ആ തെണ്ടി എങ്ങനെ പറഞ്ഞു? ചൊരണ്ട് മലയാളി ചൊരണ്ട്, സ്വർണവർഷം നിന്നെ കാത്തിരിക്കുന്നു. എന്തോ സ്വർണം കിട്ടാനും സമ്മതിക്കല്ലേ ഇയാള്? തങ്കപ്പൻ ഇരിയടോ. വേണ്ട സാറേ, സാർ എനിക്ക് ഒരുപാട് ഫ്രീഡംസ് തന്നിട്ടുണ്ടെങ്കിലും ഞാൻ എന്റെ റെസ്പെക്ടാലിറ്റി നോക്കണ്ടേ? തെറ്റിയല്ലേ? തെറ്റി തെറ്റി തെറ്റി. സാർ, എടോ ഞാൻ കേട്ടത് നേരാണോ? സാർ എന്താ കേട്ടതെന്ന് ഞാൻ കേട്ടില്ലല്ലോ. കണ്ടാ, ഞാൻ ഇന്നലെ ഔട്ട് ഓഫ് റേഞ്ചിലായിരുന്നെന്ന് ആ മണ്ഡല സെക്രട്ടറി വിജയകുമാറും പങ്കയാശനും വിളിച്ചു ചോദിച്ചപ്പോ താൻ പറഞ്ഞു. അത് പിന്നെ അവര് വിളിച്ച് രാത്രി 10 മണിക്കാ. സാർ ഇന്നലെ പേഴ്സണൽ ഗസ്റ്റ് ഹൗസിലായിരുന്നല്ലോ, അതുകൊണ്ടാ അങ്ങനെ പറഞ്ഞേ. അതവൻ പറഞ്ഞത് നേരാ. ഗസ്റ്റ് ഹൗസിൽ ചെന്നാ 8 മണിയാവുമ്പോഴേക്കും സാർ ഔട്ട് ഓഫ് റേഞ്ച് ആവും. 9 മണിയായാല് സ്വിച്ച് ഓഫ് ആവും. അല്ല, ഈ വീക്ക്നെസ് ഒന്നും നമ്മുടെ അണികൾക്ക് അറിയില്ലല്ലോ. അറിഞ്ഞാലും നടേശൻ ഒരു ചുക്കുമില്ല.
തങ്കപ്പ എന്തോ ഈ മന്ത്രിപ്പണി എന്ന് പറയുന്നത് തന്നെ പോലെ ചുമ്മാ MLA പണിയല്ല. നാട്ടുകാരോടും കൂട്ടുകക്ഷികളോടും പ്രതിപക്ഷത്തോടും ഒക്കെ വികസനം എന്ന് പറഞ്ഞ് വായിട്ടലിച്ച് ഓരോ പദ്ധതികൾ ഉണ്ടാക്കി 10 കാശുണ്ടാക്കുമ്പോ മനുഷ്യന്റെ ഊപ്പാട് വരും. അപ്പൊ ചില വീക്ക്നെസ്സുകളൊക്കെ ആകാം. ഈ ടെൻഷന്റെ ഇടയിൽ ചില റിലാക്സേഷൻ ഒക്കെ വേണ്ടേ? ഏത് അതെ, മറ്റു മന്ത്രിമാരെ പോലെ അത്ര വലിയ കുഴപ്പമൊന്നും നടേശൻ സാറിനില്ല. വെറും സിമ്പിൾ 3 വീക്ക്നെസ്. MPL. അതെന്നത് MP അല്ലേ? ഞാൻ പുതുതായിട്ട് കേൾക്കാന്നല്ലോ. മണി, പവർ ആൻഡ് ലേഡീസ്. പച്ച മലയാളത്തിൽ പറഞ്ഞാൽ പേ. പണം, പദവി, പെണ്ണ്. മുഴുവൻ വീക്ക്നെസ്സുകളുള്ള മന്ത്രിമാരുടെ ഇടയിൽ വെറും 3 വീക്ക്നെസ് ഉള്ള ഞാൻ ആദർശിതിരുന്നല്ലോടോ. അല്ലേലും ഇച്ചിരി വീക്ക്നെസ് ഇല്ലാത്തവരായിട്ട് ആരാ ഉള്ളേ? അതുള്ളതാ. ദേവലോകം ഭരിച്ചിരുന്ന ഹൈക്കമാൻഡ് ദേവേന്ദ്രൻ വരെ എത്ര പെണ്ണുങ്ങളാണ് പീഡിപ്പിച്ചിട്ടുള്ളത്. അതെ, ദേവേന്ദ്രൻ ആയതുകൊണ്ട് അത് എഴുതി തള്ളി. ഈ പെണ്ണുങ്ങളൊക്കെ കേസ് കൊടുക്കാൻ പോയ ദേവേന്ദ്രന്റെ സ്ഥിതി എന്താകും? ഇത് ചുമ്മാ മോഹം കൊണ്ടൊന്ന് കൈമാറി കയറി പിടിച്ചു വെച്ച് അല്ല, എനിക്ക് അറിയാൻ മേലാ ഞാൻ ചോദിക്കുക. IAS-കാരും IPS-കാരും പിടിച്ചോ എന്ന് പറഞ്ഞ് മന്ത്രി പറയാൻ ക്യൂ നിൽക്കുക. അപ്പൊ പിന്നെ ബഹളം വെക്കെ ഇവിടെ മോണിക്ക വിസ്കിയ തെറ്റിയല്ലേ? തെറ്റി. മോണിക്ക 11. നടേശൻ സാറ് വേണ്ടാന്ന് പറഞ്ഞിട്ടല്ലയോ? ഇല്ലേൽ അവളുടെ പില്ലർ അടിച്ചതൊക്കെ ഫൗണ്ടേഷൻ ഞാൻ ഇളക്കത്തില്ലായിരുന്നോ? അതൊന്നും വേണ്ട പാപ്പച്ച. അല്ലാതെ തന്നെ ഞാൻ അവളെ എന്റെ കാൽച്ചുവട്ടിൽ കൊണ്ടുവരും. മിനിസ്റ്റർ നടേശൻ ഒന്ന് ആഗ്രഹിച്ചാൽ അത് നേടിയേ അടങ്ങും. കേസിന്റെ വിധി ഒന്ന് വന്നോട്ടെ. വിധി എന്തോ ആയിക്കോട്ടെ, തോറ്റാലും ജയിച്ചാലും ഞാനതിന് കാര്യമാക്കുന്നില്ല. ഇപ്പൊ തന്നെ ഒരു ജീവപര്യന്തം ശിക്ഷ അനുഭവിച്ചതിന് തുല്യായി. ജീവപര്യന്തം ശിക്ഷ അനുഭവിച്ച ഒരാൾക്ക് വധശിക്ഷ കൂടി കൊടുക്കണമെന്ന് ഒരു കോടതിയും പറയില്ലല്ലോ. അത് തന്നെയാ ഞാനും പറയുന്നത്. വിധി ന്യായൊന്നും കേൾക്കാൻ അമ്മ ഇനി കോടതി വരാതെ പോയി കാത്തിട്ട് നിൽക്കണ്ട. നമ്മൾ ഒരുമിച്ച് നാളെ കോളേജിലേക്ക് പോകുന്നു. വേണ്ട മോനെ, ആളുകൾ കൂടിനടുത്ത് പോകാൻ എനിക്കിപ്പൊ പേടിയാ. ഇനി കുത്തുവാക്ക് കേൾക്കാൻ വയ്യ. അമ്മ ആരും ഒന്നും പറയില്ല. മുഖ്യമന്ത്രിയുടെ കയ്യിൽ നിന്ന് ഞാൻ പ്രൈസ് വാങ്ങുന്ന കാണാൻ എന്റെ അമ്മ മുൻനിരയിൽ തന്നെ ഉണ്ടാവണം. ഒരെന്നാലും ഇല്ല. പിന്നെ എന്റെ പൊട്ട സ്കൂട്ടറിന്റെ ബാക്കിൽ അമ്മ ഇരുത്തിക്കൊണ്ടുവന്ന കാര്യം ഓർക്കുമ്പോഴാ ആ ലേഖയും ജൂലി എന്നെ കണ്ട അപ്പം തുടങ്ങും. എന്റെ പൊന്നു രമേശ, ഈ പാട്ട് വണ്ടി കളഞ്ഞിട്ട് ഒരു ബൈക്ക് വാങ്ങിക്കൂടെന്ന്. 999 രൂപ ഡൗൺ പേയ്മെന്റ് ബൈക്ക് കൊടുക്കണ എന്റെ പരിസരത്തിൽ ഒരു പേപ്പറും കൊണ്ടുവന്നു. ഇവിടെ എവിടെയോ കാണണോ അത്? ഈശ്വരാ, അമ്മയൊന്ന് സമ്മതിച്ചെന്നാ മതിയാ. അമ്മയ്ക്ക് മോഹമില്ലാഞ്ഞിട്ടാ. നിന്നെ ഒരു രാജകുമാരനെ പോലെ വളർത്തണമെന്ന അമ്മയ്ക്ക്. പക്ഷേ മോന്റെ അച്ഛനുണ്ടായിരുന്നെങ്കിൽ ഇപ്പോ. അയ്യേ കരയ്യ. എനിക്കറിഞ്ഞൂടെ അച്ഛന്റെ കടങ്ങൾ വിട്ടാൻ അമ്മ പെടുന്ന പാട്. പിന്നെ എന്റെ കേസ്, വക്കീൽ ഫീസ് ഒക്കെ എനിക്കറിയാം. ബൈക്ക് ഉടനെ വാങ്ങുന്ന കാര്യമല്ല ഞാൻ പറഞ്ഞത്. നമ്മുടെ കടങ്ങളൊക്കെ തീർന്ന് സ്വസ്ഥമായിട്ട്. അല്ല, അപ്പോഴേക്കും ഞാൻ സമ്പാദിച്ചു തുടങ്ങില്ലേ? അപ്പൊ പിന്നെ അമ്മ നോക്കിയോ, ഈ വാടക വീട് മാറി പണ്ട് നമുക്കുണ്ടായിരുന്ന കൊട്ടാരം പോലെ ഒരു ബംഗ്ലാവ് പണിത് എന്റെ അമ്മയെ ഞാൻ അതിലെ മഹാറാണിയാക്കും. അമ്മ മഹാറാണി. എന്നിട്ട് ബെൻസ് കാറി കയറി അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സിംലയിലേക്ക് ഒരു ടൂർ. എന്താ? പക്ഷെ നാളെ അമ്മ മഹാറാണി എന്റെ പൊട്ട സ്കൂട്ടറിൽ തന്നെ വരേണ്ടി വരും. വരില്ലേ? വേണം. നാളെ നമ്മൾ ഒരുമിച്ച് കോളേജിൽ പോകുന്നു. യോയോ. യാ